Hi, welcome back. It's me from Ridseju. A very good morning to all of you. Today I would like to discuss about another method of portfolio performance evaluation, that is Trenor reward to volatility ratio. This is my 26th video concerning the syllabus of Kerala PSC Assistant Professor in Commerce. Then what is Trenor reward to volatility ratio? The Trenor ratio, also known as reward to volatility ratio, is a performance metric for determining how much excess return was generated for each unit of risk taken on by a portfolio. Excess return means the return earned above the return that could have been earned in a risk-free investment. അതായത് ട്രെനോർ റേഷ്യോ പറയുന്നത് ഇറ്റ് ഈസ് എ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ, എത്രമാത്രം വോളറ്റൈലാണോ അത്രമാത്രം റിവാർഡ് കിട്ടുമെന്നാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വോളറ്റിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും ഇൻക്രീസ് ചെയ്യും. So it is a performance metrics for determining how much excess return was generated for each unit of risk taken on by a portfolio. അപ്പോൾ നമ്മൾ എത്ര ഓരോ എക്സ്ട്രാ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ വില്ലിങ് ആണോ തയ്യാറാണോ അത്രത്തോളം എക്സ്ട്രാ റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഈ ട്രെനോർ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ട്രെനോർ റിവാർഡ് ടു വോളറ്റാലിറ്റി എന്ന് പറയാൻ കാരണം. എത്രത്തോളം നമ്മൾ വോളറ്റൈൽ ആകുന്നോ അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ, അതായത് റിസ്കിനോടുള്ള ചേഞ്ചാണ് വോളറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രത്തോളം റിസ്ക് കൂടുന്നോ അത്രത്തോളം റിട്ടേൺ കിട്ടുമെന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പെർഫോമൻസ് മെട്രിക്സ് ഫോർ ഡിറ്റർമിനിങ് ഹൗ മച്ച് എക്സസ് റിട്ടേൺ വാസ് ജനറേറ്റഡ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് റിസ്ക് ടേക്കൺ ഓൺ ബൈ എ പോർട്ട്ഫോളിയോ. Then what do you mean by excess return? Excess return means the return earned above the return that could have been earned in a risk-free investment. അതായത് റിസ്ക്-ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും എത്രത്തോളം എക്സ്ട്രാ റിട്ടേൺ കിട്ടുന്നുണ്ടോ അതാണ് എക്സസ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ട്രെനോർ റിവാർഡ് ടു വോളറ്റാലിറ്റി മോഡൽ is named after an American economist called Jack L. Trenor. He is one of the inventors of CAPM model. അതായത് CAPM model കണ്ടുപിടിച്ച ഒരു ഇൻവെൻറ്ററാണ്, അല്ലെങ്കിൽ അതിലൊരാളാണ് ഈ ജാക്ക് എൽ ട്രെനോർ. ഹി ഈസ് ആൻ അമേരിക്കൻ എക്കണോമിസ്റ്റ്. He is the founder of Trenor reward volatility ratio. It is a measurement of the returns earned on an investment that has no diversifiable risk. അതായത് ഡൈവേഴ്സിബിൾ റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൻ്റെ എക്സസ് റിട്ടേൺ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ട്രെനോർ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ. ഇത് ഡെവലപ്പ് ചെയ്തത് ജാക്ക് എൽ ട്രെനോർ ആണ്. ഹി ഈസ് ആൻ അമേരിക്കൻ ഇക്കണോമിക്സ് ആൻഡ് ഹി ഈസ് കമ്മിങ് അണ്ടർ വൺ ഓഫ് ദ ഫാദേഴ്സ് ഓഫ് CAPM model that has no diversified risk per unit of the market risk assumed. That is, Trenor ratio relates excess return over the risk-free rate to the additional risk taken. അതായത് റിസ്ക്-ഫ്രീ റിട്ടേണിനേക്കാളും എത്രത്തോളം അഡീഷണൽ റിസ്ക് നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ് ആണോ അത്രത്തോളം നമുക്ക് അഡീഷണൽ റിട്ടേൺ കിട്ടും എന്നാണ് ഈ റേഷ്യോനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So what is the decision criteria of Trenor ratio? As per Trenor ratio, the better the performance of the portfolio As per the Trenor ratio, the higher the Trenor ratio, the better the performance of a portfolio under analysis and vice versa. അപ്പോൾ എത്രത്തോളം Trenor ratio കൂടുന്നോ അത്രത്തോളം ആ പോർട്ട്ഫോളിയോൻ്റെ പെർഫോമൻസ് ബെറ്റർ ആണ് എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തുന്നത്. സോ ഹയർ ദ Trenor ratio, the better will be the performance of the portfolio and vice versa. The Trenor index measures the risk-adjusted performance of an investment portfolio by analyzing portfolio's excess return per unit of risk. ഓരോ യൂണിറ്റ് ഓഫ് റിസ്കിന് എത്രത്തോളം റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഇത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ട്രെനോർ ഇൻഡെക്സ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എ റിസ്ക്-അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ഇൻഡെക്സ്. Likewise, Jensen's performance index. Here the Trenor index also is a risk adjusted performance index. How it is considered and why it is so called? Because it analyzing the portfolio's excess return per unit of the risk. ഓരോ യൂണിറ്റ് റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം റിട്ടേൺ കിട്ടും എന്നുള്ളത് ഇവിടെ മെഷർ ചെയ്യുന്നുണ്ട്. സോ ഫോർ Trenor index, the measure of market risk used is beta. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റ് ആണ് ഇവിടെ ബീറ്റ.
which is a measure of overall or systematic risk. ആ ബീറ്റനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് it is a measure of overall or systematic risk. Here, beta measures the tendency of a portfolio return to change in response to changes in the return for the overall market. അപ്പോൾ ഇവിടെ ബീറ്റനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീറ്റ മെഷേഴ്സ് ദ ടെൻഡൻസി ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺ. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് റിട്ടേൺ അനുസരിച്ച് എത്രമാത്രം ആ കൺസേൺ പോർട്ട്ഫോളിയോയിലുള്ള റിട്ടേൺ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റാണ് ഇവിടെ ബീറ്റ. ഹിയർ ബീറ്റ മെഷേഴ്സ് ദ ടെൻഡൻസി ഓഫ് പോർട്ട്ഫോളിയോ റിട്ടേൺ to a change in response to changes in return for the overall market. ഓവറോൾ മാർക്കറ്റിൽ എങ്ങനെയാണോ അതിൻ്റെ റിട്ടേൺ അതിനനുസരിച്ച് എത്രയാണോ നമ്മളെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ചേഞ്ച് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റാണ് ഇവിടെ ബീറ്റ. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഓവറോൾ സിസ്റ്റമാറ്റിക് റിസ്ക്. The higher the Trenor index, the greater the excess return being generated by the portfolio per unit of overall market index. അപ്പോൾ നേരത്തെ പറഞ്ഞു ഡിസിഷൻ ക്രൈറ്റീരിയ നേരത്തെ പറഞ്ഞതാണ്. ട്രെനോർ ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് the greater the excess return being generated by portfolio. ട്രെനോർ ഇൻഡെക്സിൻ്റെ ട്രെനോർ റേഷ്യോ കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും കൂടും എന്നാണ് ഇവിടുത്തെ ഡിസിഷൻ ക്രൈറ്റീരിയ. The higher the Trenor index, the greater the excess return being generated by the പോർട്ട്ഫോളിയോ പെർ ഈച്ച് യൂണിറ്റ് ഓഫ് ഓവറോൾ മാർക്കറ്റ് റിസ്ക്. എത്ര ഓരോ യൂണിറ്റ് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ അത്രത്തോളം റിസ്ക് കിട്ടുമെന്നാണ് ട്രെനോർ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നതും. സോ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് കാൽക്കുലേറ്റിംഗ് ട്രെനോർ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ? സോ ഫോർമുല വിൽ ബി ട്രെനോർ റേഷ്യോ ഇസ് ഈക്വൽ ടു PR മൈനസ് RFR ഡിവൈഡഡ് ബൈ PB. PR minus RFR divided by PB. Then PR stands for portfolio return, RFR stands for risk-free rate, and PB stands for portfolio beta. So Trenor ratio is equal to portfolio return minus risk-free rate of return divided by the portfolio beta. So it measures the excess return a financial assets or a group of securities earns for every extra unit of risk assumed by the portfolio. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ യൂണിറ്റ് റിസ്ക് എത്രത്തോളം നമ്മൾ എടുക്കുന്നോ അത്രത്തോളം എക്സസ് റിട്ടേൺ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് നമുക്ക് കിട്ടും എന്നുള്ളൊരു മെഷർമെൻറ്റാണ് ട്രെനോർ റേഷ്യോയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. It is also called the reward to volatility ratio. It is otherwise known as reward to volatility ratio since it betrays how much an investor is rewarded for the systematic risk undertaken. അതായത് it is otherwise known as reward to volatility ratio in the sense that എത്രത്തോളം നമ്മൾ മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വോളറ്റൈൽ ആണോ അല്ലെങ്കിൽ പിന്നെ റിസ്ക് ആണോ റിസ്കി ആണോ അത്രത്തോളം റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിനെ റിവാർഡ് ടു വോളറ്റാലിറ്റി റേഷ്യോ എന്ന് പറയാൻ കാരണം. ദ എക്സസ് റിട്ടേൺസ് ഓവർ ആൻഡ് എബവ് ദ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് ഓഫൺ കൺസിഡേർഡ് ടു ബി ദ ട്രഷറി ബിൽ. അപ്പോൾ ദ എക്സസ് റിട്ടേൺ over and above the risk-free investment which is often considered to be in treasury bill. Then next I want to discuss about the usefulness of Trenor ratio or advantage of Trenor ratio. How is the Trenor ratio useful? Trenor ratio reveals how well each unit of risk that a collection of securities, whether it may be mutual fund or some other collection of securities, pays off. That is, thus it isolates the risk factor and provides investors with a better understanding of the gains they can earn by undertaking the same. അതായത് ട്രെനോർ റേഷ്യോയിലൂടെ ഒരു ഇൻവെസ്റ്റർക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട്, എത്രത്തോളം എക്സസ് റിട്ടേൺ കിട്ടുന്നുണ്ട് എക്സസ് റിസ്ക് സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ആ റിസ്ക് എലമെൻറ്റിനെ റിട്ടേൺ എലമെൻറ്റിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ട്രെനോർ റേഷ്യോ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ യൂസ്ഫുൾ എന്ന് പറയാൻ കാരണം. സോ ഇറ്റ് റിവീൽസ് ഹൗ വെൽ ഈച്ച് യൂണിറ്റ് ഓഫ് റിസ്ക് ദാറ്റ് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് പേസ് ഓഫ്. ദാറ്റ് മീൻസ് ഇറ്റ് ഐസൊലേറ്റ്സ് ദ റിസ്ക് ഫാക്ടർ ആൻഡ് പ്രൊവൈഡ്സ് ദ ഇൻവെസ്റ്റേഴ്സ് വിത്ത് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഗെയിൻസ്. എത്രത്തോളം ഗെയിൻ അവർക്ക് കിട്ടും എന്നുള്ളൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇതിലൂടെ പറ്റുന്നുണ്ട്. ദേ ക്യാൻ ഏൺ ബൈ അണ്ടർടേക്കിംഗ് ദ സെയിം.
Then next is that it uses beta, that is Treynor ratio uses beta, thus it shows how a portfolio's volatility correlates with that of index like Nifty or Sensex. അതായത് നമ്മൾ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇൻഡെക്സ് ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് സെൻസെക്സ് എന്ന് പറയുന്നത്. സോ സെൻസസ് ഇൻക്ലൂഡ്സ് ദ സെക്യൂരിറ്റീസ് ഓർ ഷെയർസ് ഫ്രം ദ 30 companies, that is Sensex. ദ നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ഇൻഡെക്സ് ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 50 കമ്പനീസിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആയാലും ശരി, അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആയാലും ശരി, അവിടെയുള്ള ഇൻഡെക്സായിട്ട് കോറിലേറ്റ് ചെയ്യാൻ ഈ ട്രെനോർ റേഷ്യോനെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇറ്റ് യൂസസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് യൂസസ് ബീറ്റ, ദസ് ഇറ്റ് ഷോസ് ഹൗ എ പോർട്ട്ഫോളിയോസ് വോളറ്റാലിറ്റി. അപ്പോൾ നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പം സെൻസെക്സിനെ കമ്പയർ ചെയ്യുമ്പം എത്രമാത്രം നമ്മളെ ട്രെനോർ ഇൻഡെക്സ് വോളറ്റൈലാണ് എന്ന് തരംതിരിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ഷോസ് ഹൗ portfolio's volatility correlates with that of the index of NSE, that is Nifty, and BSE, that is Sensex. ബീറ്റ എബോവ് 1, അപ്പോൾ നമ്മളങ്ങനെ കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ ബീറ്റ എബോവ് 1 ആണെങ്കിൽ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മീൻസ് എ ഫണ്ട് ഈസ് മോർ വോളറ്റൈൽ ദാൻ ദ ഇൻഡെക്സ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ബീറ്റ 1 ഓർ എബോവ് 1 ആണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഹാവ് മോർ വോളറ്റൈൽ, അതായത് കൂടുതൽ മാർക്കറ്റിൽ ചാഞ്ചാട്ടം സംഭവിക്കുന്നതിൽ കൂടുതൽ റിസ്ക് ആണ് എന്നതാണ് അതിനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് ദാൻ ദ ഇൻഡെക്സ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ വൈസ് വേഴ്സ ഇൻ ദ സെൻസ് ബീറ്റ 1 താഴുന്ന സമയത്ത് അതിൻ്റെ വോളറ്റാലിറ്റി കുറയുമെന്നുള്ള അർത്ഥത്തിലാണ്. ദെയർഫോർ ട്രെനോർ റേഷ്യോ ആക്ട് ആസ് എ ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ടൂൾ. സോ ഫോർ ദ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ട്രെനോർ റേഷ്യോ അല്ലെങ്കിൽ ട്രെനോർ ഇൻഡെക്സ് ആക്ട് ആസ് എ ക്രൂഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ടൂൾ. വൈ സോ? ബിക്കോസ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ദ ഇൻഡെക്സസ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് as well as Bombay Stock Exchanges, and the investors take a decision whether the investment avenue is more volatile than that of other indexes in the capital market. So these are the usefulness of Treynor ratio. The next I want to discuss about the limitations or drawbacks of Treynor ratio. First is that it does not apply when the beta value of a portfolio is negative. Thus, it does not facilitate comparison between funds if one of them hold a negative beta value. അത് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ആണ്. നമ്മളെ ബീറ്റ വാല്യൂ നെഗറ്റീവ് ആകുന്ന സമയത്ത് ഈ ട്രെനോർ റേഷ്യോ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. കാരണം നമ്മൾ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് തമ്മിൽ കമ്പയർ ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൻ്റെ ബീറ്റ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് താരതമ്യപ്പെടുത്തി തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റത്തില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. Even though a portfolio has fared better compared to another in the past, it's no assurance that the same trend will repeat in the future. അതായത് മെയിൻലി ട്രെനോർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ്. സോ നമുക്കൊരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഫ്യൂച്ചറിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററി അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു അഷുറൻസും ഇല്ല. അതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത്. Then lastly, this metric does not provide any basis to determine how much better one investment option is from another. അതായത് നമ്മൾ രണ്ടോ അതിൽ കൂടുതലോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് തമ്മിൽ, വെദർ ഇറ്റ് മേ ബി മ്യൂച്വൽ ഫണ്ട് ആയാലും ട്രഷറി ബില്ലായാലും വേറെ എന്തെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, പിന്നെ ഇക്വിറ്റി ഷെയർസ് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ആയാലും, ഇങ്ങനെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഏതാണ് ബെറ്റർ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഈ ട്രെനോർ ഇൻഡെക്സ് പ്രകാരം നമുക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ദിസ് മെട്രിക് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ബേസിസ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ബെറ്റർ വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഈസ് ഫ്രം അനദർ. സോ ലൈക്ക് എനി അതർ മെട്രിക്, ഇൻവെസ്റ്റേഴ്സ് ഷുഡ് യൂസ് ട്രെനോർ റേഷ്യോ അലോങ് വിത്ത് അതർ റേഷ്യോസ് ടു ഡെവലപ്പ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെനോർ റേഷ്യോ ഇൻഡെക്സ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ കൂടെ മറ്റുള്ള ഇൻഡെക്സും കൂടി കമ്പയർ ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അതായത് വിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഇസ് ബെറ്റർ ദാൻ ദാറ്റ് ഓഫ് അതേഴ്സ് എന്നുള്ളൊരു തീരുമാനത്തിലെത്തേണ്ടത് എന്നാണ് നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത്. സോ ടു കൺക്ലൂഡ് ദാറ്റ് Treynor ratio, Treynor index is the performance index for measuring how much the investment avenue got excess return from the extra
റേറ്റ് ടേക്കൺ ബൈ ദ ഇൻവെസ്റ്റർ. എത്രത്തോളം നമ്മൾ റിസ്ക് ഏറ്റെടുക്കുന്നു അത്രത്തോളം എക്സസ് റിട്ടേൺ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ആണ് ട്രെനോർ ഇൻഡെക്സ്. അപ്പോൾ ട്രെനോർ ഇൻഡെക്സിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ഹയർ ദ ട്രെനോർ റേഷ്യോ ഓർ ട്രെനോർ ഇൻഡെക്സ് ദ better is the performance of the portfolio and vice versa. So I hope you all are clear with my simple explanation. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ പോരായ്മയോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് മീ ത്രൂ യൂട്യൂബ്. I need your support and cooperation in the coming videos also. Thank you.